അപ്പോൾ ബിഗ് ബോസ് സീസൺ 6 വീക്കെൻഡ് എപ്പിസോഡ് ഒരു രക്ഷയുണ്ടായിരുന്നല്ലോ, സൂപ്പർ എപ്പിസോഡ്. ഈ ഒരാഴ്ച പ്രേക്ഷകർ എന്തൊക്കെ ചോദ്യങ്ങൾ ലാലേട്ടൻ വന്നിട്ട് ഹൗസിൽ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചോ ആ ചോദ്യങ്ങളെല്ലാം ചോദിച്ച ഒരു എപ്പിസോഡായിരുന്നു. ഒന്നും രക്ഷയില്ല. ലാലേട്ടൻ തകർത്തു തന്നെ പറയണം. നമ്മൾ ആഗ്രഹിച്ചിരുന്ന ചോദ്യങ്ങൾ, എവറസ്റ്റ് കൊടുമുടിക്ക് മുന്നേ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ കൊടുമുടി ഏതാണ്, 2 ബക്കറ്റിൽ വെള്ളം കൊണ്ടിട്ട കേസ്, ഗണിതശാസ്ത്രത്തിലെ ബിന്ദുക്കൾ, ക്ലോക്കിലെ സൂചി, ഇതൊക്കെ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ചോദ്യങ്ങളാണ്. ലാലേട്ടൻ കറക്റ്റായിട്ട് ചോദിക്കുകയും ചെയ്ത് അതിനുള്ള കറക്റ്റായിട്ടുള്ള ആൻസറും കിട്ടി. നമ്മൾ 100% സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അല്ലേ. ഒരു വളരെ മികച്ചൊരു ഇതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഇതിനും ഭേദം ഏതെങ്കിലും ഒരു വെറുതെ ലൈവിൽ ഏതെങ്കിലും ഒരു സംഭവം എടുത്തിട്ടിരുന്നെങ്കിൽ പോലും ഇതിനും നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യായിരുന്നു. അത്രക്ക് മികച്ച ഒരു ഇത് തന്നെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ലാലേട്ടന് അവിടെ ഒരു പ്രത്യേകിച്ച് ഒരു റോളില്ല എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അത് ഷോ ഡയറക്ടർ എന്ത് പറയുന്നു അതേപോലെ വന്നിട്ട് ചെയ്തിട്ട് പോകുന്നു എന്നല്ലാണ്ട് നല്ലൊരു ആക്ടറാണ്. അതായത് ഷോ ഡയറക്ടർ ഇങ്ങനത്തെ രീതിയിൽ ചെയ്യണം, ഓക്കെ, അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഷോ, ഇതൊരു ബിഗ് ബോസ് ആണ്, ഇത് മറ്റു റിയാലിറ്റി ഷോസിൽ നിന്ന് വ്യത്യാസമായിട്ട് നിൽക്കുന്ന ഒരു ഷോ ആണ്. അപ്പോൾ അവിടെ ഒരു ഹോസ്റ്റായിട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സ്ഥാനമാണ്. അതായത് ഒരാഴ്ച ഫുള്ള് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ വന്ന് അതിനുള്ള കറക്റ്റ് ആൻസർ തരുന്നൊരു എപ്പിസോഡാണ് ഈ വീക്കെൻഡ് എപ്പിസോഡ്. അതിൽ ഈ ഹോസ്റ്റ് വഹിക്കുന്ന പങ്ക് ഭയങ്കര വലുതാണ്. അപ്പോൾ ലാലേട്ടൻ അവിടെ വന്നിട്ട് ഈ അഭിനയിച്ചിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് കുറച്ചൊക്കെ തൻ്റേതായ കുറച്ച് നിലപാടുകൾ അതിൽ ഇറക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കുള്ളൂ. ഇത് ഷോ ഡയറക്ടർ എന്ത് പറയുന്നു അതേപോലെ തന്നെ വന്നിട്ട് ചെയ്തിട്ട് പോകുന്നത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ലാലേട്ടൻ ഫയറായിട്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതേപോലത്തെ ഉള്ളൊരു ലാലേട്ടൻ ആരെയും ഭാഗം പിടിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ അത് വളരെ കുറച്ച് കണ്ടന്റ് ഈ ഒരു സീസൺ 6 നമുക്ക് കിട്ടുന്നുള്ളൂ. ഒരാഴ്ച എടുത്തു പോയി കഴിഞ്ഞാൽ എടുത്ത് പറയാൻ പറ്റും 1, 2, 3 കാര്യങ്ങളേ ഉണ്ടാവുള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യേണ്ട സിറ്റുവേഷൻസ് എന്തായാലും ഈ ഒരു സീസൺ 6 വരുന്നില്ല. വളരെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പോലും ചോദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനത്തെ വീക്കെൻഡ് എപ്പിസോഡ്? ഏറ്റവും വിഷയമായിട്ട് നിന്ന കാര്യം ഈ കോയിൻ ടാസ്കിനെ പറ്റി ലാലേട്ടൻ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. അതായത് ഇതിങ്ങനെയാണ് കളിക്കേണ്ടതെന്ന് പറഞ്ഞത്. പക്ഷേ നമുക്കതിൽ വേണ്ട ഒരു ക്ലാരിറ്റി, അതായത് ആരാണ് മുടി പിടിച്ച് വലിച്ചതെന്നുള്ളത്. അവർ കാണിച്ചു കൊടുത്ത വീഡിയോ അത്രയും ക്യാമറ ഇരുന്നിട്ട് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ടൈപ്പ് ഒരു വീഡിയോ ആണ് കാണിച്ചു കൊടുത്തത്. പോട്ടെ, അവർക്ക് ഫുട്ടേജ് അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും. ഇത്രയും ക്യാമറ അവിടെ ഉണ്ടായിരുന്നിട്ടും അവർക്ക് ഫുട്ടേജ് കിട്ടിയില്ല എന്ന് തന്നെ, ക്ലിയർ ഫുട്ടേജ് കിട്ടിയില്ല എന്ന് തന്നെ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ പോലും അവർ കാണിച്ച വീഡിയോയിൽ ക്രിസ്റ്റൽ ക്ലിയർ ആണ് ജിൻഡോ മുടി പിടിച്ച് വലിച്ചിട്ടില്ല എന്നുള്ളത്. ജിൻഡോയെയാണ് ശരണ്യ പിടിച്ച് നിൽക്കുന്നത്. ജിൻഡോയുടെ 2 കൈ മുകളിലാണ്. ജിൻഡോ മുടി പിടിച്ച് വലിച്ചിട്ടില്ല എന്നുള്ള കാര്യം 100% ഉറപ്പായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ എന്തുകൊണ്ട് ലാലേട്ടൻ അത് എടുത്ത് പറയുന്നില്ല? ജിൻഡോ നിരപരാധിയാണ് എന്ന് അതിൽ പറഞ്ഞാൽ എന്താ നഷ്ടപ്പെടാനുള്ളത്? അപ്പോൾ അവിടെ ബിഗ് ബോസിൻ്റെ ക്രൂവിന് വേണ്ടത് ഇതൊരു കോൺട്രവേഴ്സി ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകണം. അതാണ് വേണ്ടത്. അവിടെ ജിൻഡോ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയം അവിടെ തീരും. പക്ഷേ അത് പറയുന്നില്ല. കാരണം എന്താണ്, ഇപ്പോൾ ഗബ്രി പറയുന്ന പോലെ ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഇതിൻ്റെ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്ന പോലെ ഇതവിടെ ഈ ഒരു വിഷയം അവിടെ ചർച്ചയാവണം. ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്ത് കൂടുതൽ കണ്ടന്റുകൾ അവർക്ക് അതിൽ നിന്ന് കിട്ടണം. അതിനുവേണ്ടിയാണ് ഈ ഒരു സംഭവം ഇട്ട് കൊടുത്തത്. അതിൽ വീഡിയോ കാണിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ പറയുന്നുണ്ട്, നമ്മുടെ ജിൻഡോ പറയുന്നുണ്ട്, ഞാൻ മുടി പിടിച്ച് വലിക്കുന്നതിലില്ലല്ലോ എന്ന്. അപ്പോൾ അടുത്തിരുന്ന ജാസ്മിൻ ഉണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്രയും സ്ലോ മോഷനിലും അല്ലാതെ എല്ലാം ഇട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റണല്ലോ അതിൽ ആരാണ് മുടി പിടിച്ച് വലിച്ചത്. ഗബ്രി ആണോ അർജുനാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. അതിൽ ജിൻഡോ അല്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇത്രയും ക്ലിയർ ആയിട്ട് നമ്മൾക്ക് അതിൽ നിന്നൊരു വ്യക്തമായ ആൻസർ കിട്ടാത്ത സിറ്റുവേഷനിലാണ് ജാസ്മിൻ്റെ അവിടെ ഇരുന്നുള്ള ഡയലോഗ്. അതുകൊണ്ട് കാണിച്ച് എവിടെ കാണിച്ച് വെറുതെ പറയണം. ഒരാളെ അങ്ങ് ഇഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് അടിച്ചമർത്തുന്നത് ജാസ്മിൻ. പിന്നെ എടുത്ത് ചോദിക്കണമെന്ന് നമ്മൾ വിചാരിച്ചൊരു കാര്യം, ജാസ്മിൻ ജയിലിൽ നടന്ന ഒരു ഇഷ്യൂ, അതിനൊരു ക്ലാരിറ്റി ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ക്ലാരിറ്റി, അത് ജിൻഡോയെ അടിച്ചൊരു കേസ് എന്താണെന്നറിയില്ല. എല്ലാ വീക്കെൻഡിലും കഴിഞ്ഞ വീക്കെൻഡിലും അതെ ജാസ്മിൻ ജയിലിൽ പോയി കിടന്ന് കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ പ്രേക്ഷകർ ഒന്നടക്കം എതിർത്ത ഒരു കാര്യം അതുപോലും കഴിഞ്ഞ ആഴ്ച ചോദിച്ചില്ല. ഇതേ ഈ വീക്ക് സെയിം റിപ്പീറ്റാണ്. ജാസ്മിൻ ജയിലിൽ പോകുന്നു, അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു, അത് ലാലേട്ടൻ കാണുന്നില്ല, ചോദിക്കുന്നില്ല. എന്തുകൊണ്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ഈ ജാസ്മിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന സംഭവങ്ങളൊക്കെ എന്തുകൊണ്ട് മുക്കുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ജാസ്മിനെ ബെഡ്ഷീറ്റ് മടക്കി വെക്കാത്തതിനും ഡ്രസ്സ് മടക്കി വെക്കാത്തതിനൊക്കെ ജാസ്മിനെ കുറ്റം പറയുന്ന സിറ്റുവേഷൻ. അതിനേക്കാൾ വലിയ കാര്യങ്ങൾ അവൾ ചെയ്തിട്ട് അവളോട് ചോദിക്കുന്ന കാര്യങ്ങളാണ് ബെഡ്ഷീറ്റ് മടക്കി വെച്ചില്ല അങ്ങനത്തെ സിറ്റുവേഷനിൽ. അതിൽ തന്നെ ആ നിസ്സാര കാര്യം ചോദിച്ചപ്പോൾ തന്നെ ജാസ്മിൻ്റെ മുഖത്ത് പുച്ഛം കാണുമായിരുന്നു. ഒരു ലാലേട്ടനെ പോലെ ഒരാളവിടെ വന്ന് ഈ ഒരു കാര്യം ചോദിക്കുമ്പോൾ അവളുടെ മുഖത്തുള്ളൊരു പുച്ഛം, അവളെ അഹങ്കാരത്തിൻ്റെ പീക്ക് ലെവലാണ് അവളുടെ മുഖത്ത് കണ്ടുകൊണ്ടിരുന്നത്. ലാലേട്ടൻ ഷോ ഡയറക്ടർ പറഞ്ഞു കൊടുത്തത് ജസ്റ്റ് ഒന്ന് കയ്യിൽ നിന്ന് പോയൊരു നിമിഷമായിരുന്നു അത്. ലാലേട്ടൻ ദേഷ്യം വന്നു, നല്ല ദേഷ്യം വന്നു. പുള്ളി അത് കൺട്രോൾ ചെയ്തതാണ്. പുള്ളി പൊട്ടിത്തെറിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞേനെ. അങ്ങനത്തെ ഒരു റിയാക്ഷനാണ് ജാസ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. പിന്നെ ഡയറക്ടർ അവിടെ ലാലേട്ടനെ പിടിച്ച് നിർത്തി വെച്ചാക്കുന്നത് കൊണ്ട് കൂടുതലൊന്നും പറഞ്ഞില്ല. എന്നാലും ആവശ്യത്തിനുള്ളൊരു റിയാക്ഷൻ ലാലേട്ടൻ്റെ ഭാഗത്തു നിന്ന് വന്നിരുന്നു. അഹങ്കാരം ഇങ്ങനെ അഹങ്കരിക്കാനായിട്ട് എന്താണ് എനിക്ക് മനസ്സിലാവും. ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്രയും സപ്പോർട്ട് കിട്ടിയൊരു കണ്ടസ്റ്റന്റ് വേറെ ഇല്ല എന്ന് തന്നെ പറയണം. ജാസ്മിന്
അത്രയും സപ്പോർട്ട് ബിഗ് ബോസ് ഈ ഒരു സീസണിൽ ചെയ്തു കൊടുക്കുന്നുണ്ട്. ജാസ്മിന് മാത്രമല്ല ഗബ്രിക്കും. ഇപ്പോൾ ഇന്നത്തെ ഒരു ഇഷ്യൂല്, അതായത് സിബിൻ്റെ ഒരു വീഡിയോ, സിബിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നപ്പോൾ അതിൽ ക്ലാരിറ്റിയോടുകൂടി ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ബിഗ് ബോസിൻ്റെ പുറകിൽ വൻ പൊളിറ്റിക്സ് നടക്കുന്നുണ്ട്. അതായത് പ്രത്യേക ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പൊളിറ്റിക്സ് നടക്കുന്നുണ്ടെന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് അതിൽ സിബിൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സിബിൻ കൂടുതൽ വിവരങ്ങൾ ഇനി പറയേണ്ടി വന്നാൽ പറയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസിയെ പറ്റി സംസാരിച്ചത്, ക്യാപ്റ്റൻസി വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും മോശമായിട്ടുള്ള വീക്കായിരുന്നു. അതായത് ഫുഡ് കിട്ടാത്ത സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. ഈ സിറ്റുവേഷനിൽ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ, അവിടെ ശ്രീധു ആയതുകൊണ്ട് മാത്രം അവിടെ എല്ലാവരും നല്ലത് മാത്രം പറഞ്ഞ് ക്ലോസ് ചെയ്ത്. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു ജഡ്ജ്മെന്റിൽ തന്നെ ഉണ്ടായ ഇഷ്യൂ ആണ്. അതായത് ശ്രീധുവിനെ അവിടെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞാൽ ഇത് പറ്റില്ല എന്ന് അവിടെ പറഞ്ഞിരുന്നെങ്കിൽ, അവിടെ അതായത് ക്യാപ്റ്റന്റെ തീരുമാനം അന്തിമമാണെന്ന് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷനിലാണ് ശ്രീധു അവിടെ അത് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ ഒരു വിഷയമേ കോയിൻടാക്സിൽ ആ ഒരു വിഷയമേ ഉണ്ടാവില്ലായിരുന്നു. അത് ആ ഒരു മിസ്റ്റേക്ക് കംപ്ലീറ്റ്ലി ശ്രീധുവിൻ്റെ ഭാഗത്താണ്. ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസിൽ നിന്ന് വന്നൊരു വീഴ്ചയാണ്. അതാരും ചോദ്യം ചെയ്തില്ല. കഴിഞ്ഞ ദിവസം ദിലീപേട്ട വരുന്ന എപ്പിസോഡിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാണ്ടായി പോയ സിറ്റുവേഷൻ, അതാരും ചോദ്യം ചെയ്തില്ല. അൻസിബ ഒറ്റയ്ക്ക് കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെട്ടത്, ഇതെല്ലാം ശ്രീധുവിൻ്റെ ക്യാപ്റ്റൻസിയിൽ നടന്ന കാര്യങ്ങളാണ്. അവിടെ ശ്രീധു ആയതുകൊണ്ട് മാത്രം എല്ലാവർക്കും ഒരു പ്രശ്നമില്ല, ആർക്കൊന്നും പറയാനില്ല. കാരണം ശ്രീധു എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. ശ്രീധുവിൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് പറയുകയാണെങ്കിൽ ശ്രീധു പവർ ടീമിനേക്കാൾ വലിയ പവർ കാണിക്കാൻ ശ്രമിച്ചൊരു വീക്കായിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പണിഷ്മെന്റ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞത് ജിൻഡോ ആണ് അടിച്ചിരുത്തി കളഞ്ഞത്. ആ ഒരു തുടക്കത്തിലേ നുള്ളി കളഞ്ഞത്. ഞാൻ പണിഷ്മെന്റ് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ചോദിച്ചു ക്യാപ്റ്റൻ എവിടെയാണ് പണിഷ്മെന്റ് കൊടുക്കാനുള്ള അധികാരം, ജിൻഡോ ആണ് ചോദിച്ചത്. അതുകൊണ്ട് മാത്രം പണിഷ്മെന്റ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പവർ ടീമിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പവർ ടീം ഇത്തവണ ഒന്നും ചെയ്തിട്ടില്ല. പവർ ടീം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ ഡൗട്ടാണ്, ഒരു വീക്കായിരുന്നു. പവർ ടീം അവിടെ ഉണ്ടായിരുന്നു, ഒരനക്കൂല്ലാണ്ട്. അതായത് പവർ ടീം ഭയന്ന് പോയി. കാരണം കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിൽ വന്നിട്ട് സിബിനെ ഇട്ട് വറുത്ത എല്ലാവർക്കും ആ ഒരു ട്രോമ കിടക്കുന്നതുകൊണ്ട് അവർക്ക് ഇറങ്ങി കളിക്കാൻ പേടിയാണ്. കാരണം ഭയങ്കര നെഗറ്റീവായുള്ള രീതിയിലാണ് ലാലേട്ടൻ സിബിനെ പറഞ്ഞു വിട്ടത്. കാരണം പവർ ടീം പവർ ഉപയോഗിച്ചതായിരുന്നു എപ്പിസോഡിലെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ട് വലിഞ്ഞ് നീണ്ടു പോയൊരു പവർ ടീമായിരുന്നു ഈ വീക്കിലുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ആകെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജിൻഡോനോട് സിജോയുടെ അഭിപ്രായം ചോദിച്ചു, സിജോനെ പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചത്. നമുക്കെല്ലാവർക്കും മനസ്സിലായി സിജോ അതിൽ കയറി വന്നിട്ട് ടാർഗറ്റ് ചെയ്ത് ജിൻഡോയാണ്. അത് നമ്മളെക്കാൾ മുന്നേ ജിൻഡോ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് പുറത്തുള്ള നമ്മൾ ചിന്തിക്കുന്ന അതേ വേവ് ലെങ്ത് ചിന്തിക്കുന്ന ഒരാളാണ് ജിൻഡോ എന്ന് എനിക്ക് ഇന്നത്തെ എപ്പിസോഡിൽ മനസ്സിലായി. ജിൻഡോ പറഞ്ഞു കാട്ടുതീയായിട്ട് വന്നെങ്കിലും എനിക്ക് തോന്നിയത് ഒരു തീപ്പെട്ടിക്കൊള്ളി പോലെ, ഞാൻ ഉറച്ചളയുന്ന ഒരു തീപ്പെട്ടിക്കൊള്ളിയാണ്. അത്രേ ഉള്ളൂ. ജിൻഡോനെ ഇതൊരു എതിരാളിയല്ല, ജിൻഡോ എതിരാളിയായിട്ട് കണക്കാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ജിൻഡോ ഒരു പുച്ഛ മാത്രമുള്ളൂ സിജോനോട്. അതെനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് പ്രതീക്ഷയോടുകൂടി അകത്തോട്ട് നമ്മൾ ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷേ സിജോന്റെ ഒരു കാര്യം എടുത്ത് കഴിഞ്ഞാൽ സിജോൻ ഇത്രയും വലിയ മാസം സപ്പോർട്ട് വന്നു. എന്നോട് പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഓർത്തിരിക്കാൻ പറ്റിയൊരു കാര്യം സിജോന്റെ ഭാഗത്തുനിന്ന് എനിക്കുണ്ടായിട്ടില്ല. ആദ്യം അതായത് സിജോ ഈ ഇഷ്യൂവിൽ പുറത്ത് പോകുന്നതിന് മുന്നേ സിജോ ചെയ്ത കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ എനിക്കൊരു ഓർമ്മയില്ല. സിജോ അങ്ങനെ ഓർത്തിരിക്കാനും മാത്രമുള്ള ഒരു കണ്ടന്റ് തന്നിട്ടുണ്ടോ എന്ന് വെച്ചില്ല. സിജോ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർത്തിരിക്കാൻ വരുന്നത് റോക്കിയുടെ നിന്ന് കിട്ടുന്ന ആ ഒരു സിറ്റുവേഷൻ മാത്രമേ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരുന്നുള്ളൂ. അങ്ങനെ ഓർത്തിരിക്കാനും ഉള്ളൊരു കണ്ടന്റ് സിജോൻ്റെ ഭാഗത്ത് നിന്ന് എന്തായാലും കിട്ടിയിട്ടില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. സിജോ എനിക്ക് വലിയൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് തോന്നുന്നില്ല. സംസാരിക്കാനുള്ള കാര്യമുണ്ട്, ഓക്കെയാണ്, നല്ല രീതിയിൽ സംസാരിക്കും, നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കാൻ പറ്റും. പക്ഷേ പറയുന്ന കാര്യത്തിൽ ഒരു പതിരില്ലാത്ത രീതിയിലാണ്. അത് അത്രേ ഉള്ളൂ. സിജോ ഒന്നും അധികം നാൾ ഓടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജിൻഡോനെ ടാർഗറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ സിജോൻ്റെ ഗെയിം നല്ല രീതിയിൽ നെഗറ്റീവ് ആവുള്ളൂ. പിന്നെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത് ഒരു പകുതി എത്തുന്നത് വരെ ലാലേട്ടൻ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല എന്ന് നമുക്ക് ഫീൽ ചെയ്ത പോലെ തന്നെ ഹൗസിലുള്ളവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അവസാനം സൈ കേട്ടിട്ട് ഋഷി എണീറ്റ് നിന്നിട്ട് പറയാണ് ഒരു ഗെയിമിൽ നടന്നൊരു ഇഷ്യൂ ആണ് ലാലേട്ട എന്ന് പറഞ്ഞിട്ട് ഈ കോയിൻ ടാസ്കിൽ നടന്ന ഇഷ്യൂ എടുത്തിടുന്നത് ഋഷിയാണ്. അതായത് ലാലേട്ടൻ അതിൽ പറഞ്ഞു പിച്ചി മാന്തി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വരല്ലേ എന്ന് പറഞ്ഞു. കറക്റ്റാണ്. ഈ സ്കൂൾ പിള്ളേർ ടീച്ചർമാരുടെ പോയിട്ട് പരാതി പറയില്ല, എന്നെ അവൻ പിച്ചി മാന്തി എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഇത് കഴിഞ്ഞ ദിവസം നടന്ന വിഷയം ലാലേട്ടൻ അത് ചോദിച്ചിരുന്നെങ്കിൽ അതിനൊരു മറുപടി കൊടുക്കുന്നതിൽ ഒരു അന്തസ്സുണ്ട്. ഇത് ചോദിക്കാണ്ടായപ്പോൾ ലാലേട്ടൻ ചോദിക്കുക എന്ന് പറഞ്ഞ് ചോദിപ്പിക്കുന്നത് പോലെ ഈ പിള്ളേരൊക്കെ പിടിച്ച് വന്നിട്ട് നല്ല കളിക്കാൻ അറിയാവുന്ന ആളുകൾ അതിലോട്ട് കയറ്റി വിടുക. അല്ലാണ്ട് വേറെ ഈ ആൾക്കാരെ വെച്ചിട്ട് ഒരു നല്ലൊരു ഷോ ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എത്ര പിടിച്ചാലും നടക്കില്ല. അത്രക്ക് ദാരിദ്ര്യം പിടിച്ച ആളുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ രതീഷിൻ്റെ റീ എൻട്രി അത് കണ്ടസ്റ്റൻ്റ് ആയിട്ടല്ല രതീഷ് കയറി വന്നേക്കുന്നത്. രതീഷ് ജസ്റ്റ് അതിലൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിൽ കുറച്ച് ദിവസത്തേക്ക്, അതായത് ഈ ലൈവ് എന്ന് പറഞ്ഞാൽ വൻ ശോകമാണ്. ഈ ജാസ്മിനെയും ഗബ്രീനെ എത്ര നേരം എന്ന് വെച്ച് കാണിച്ചുകൊണ്ടിരിക്കും. അതും ഒരു തരത്തിൽ നെഗറ്റീവായി പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകളൊന്നും ലൈവ് കാണുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു കണ്ടന്റ് വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിലോട്ട് കയറ്റി വിട്ടിരിക്കുകയാണ്. പിന്നെ ജിൻഡോന് ഒരു സപ്പോർട്ട് കൊടുക്കാനായിട്ടുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തു. കാരണം ജിൻഡോ ഒരു പ്രഷർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കുക്കറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം പുള്ളി അത്രയും കൺട്രോൾ ചെയ്താണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാണിച്ചു കൊടുത്ത വീഡിയോ തന്നെ ഭയങ്കര കൂളായിട്ടാണ് പുള്ളി അതിൻ്റെ അകത്ത് നിൽക്കുന്നത്. പുള്ളിയുടെ ഫേസിൽ ഒരു എക്സ്പ്രഷനിൽ ഒരു
പവർ പുള്ളി എടുക്കുന്ന ഒരു എക്സ്പ്രഷൻ പോലും ഇല്ലാണ്ട് വളരെ കാമൻ കൂളായിട്ടാണ് പുള്ളി നിൽക്കുന്നത്. പുള്ളി എന്ന് പറഞ്ഞ കാര്യം കറക്റ്റാണ്. ഞാൻ എൻ്റെ ഫിസിക്കൽ പവർ ഉപയോഗിച്ച് ഇതിൻ്റെ അകത്ത് കളിച്ചിരുന്നെങ്കിൽ ഇവരെയൊക്കെ സ്ട്രെച്ചറിൽ കൊണ്ടുപോകേണ്ട സിറ്റുവേഷൻ വരുമെന്ന്. കറക്റ്റാണ്. പുള്ളിയുടെ ഒരു പവർ എന്താണെന്ന് നമ്മൾ 2-3 ടാസ്കുകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതുപോലെ പ്രഷർ നിറഞ്ഞ് നിൽക്കുന്ന ഒരാൾ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ, ഈ റോക്കിയൊക്കെ പൊട്ടിത്തെറിച്ച പോലെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഈ ചെന്നൈയിലെ സെറ്റ് പോലും ബാക്കി ഉണ്ടാവില്ല. അങ്ങനത്തെ പവറുള്ള മനുഷ്യനാണ്. അപ്പോൾ അങ്ങേരെ ഒന്ന് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ടിനകത്തോട്ട് കയറ്റി വിട്ടത്. അതായത് ഇപ്പോൾ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് ചിലപ്പോൾ കൂട്ടിക്കെട്ടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പ്രഷർ കൂടി നിൽക്കുന്ന ജിൻഡോയാണ് അവർക്ക് മെയിനായിട്ട് പേടി. ജിൻഡോ ആരാണ് എന്താണെന്ന് ബിഗ് ബോസ് ഹൗസിൽ വന്നേക്ക് മുന്നേ ജിൻഡോ ആരാണ് എന്താണെന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയിട്ടുണ്ടാവില്ല. ജിൻഡോ തന്നെ എടുത്ത് പറയുന്നത്, ഞാൻ ഏഷ്യാൻ്റെ ഒരു വാക്ക് കൊടുത്തിട്ടാണ് അകത്തോട്ട് കയറിയത്, ഞാൻ ഇതിൻ്റെ അകത്തൊരു ഫിസിക്കൽ അസോൾട്ടിൽ പുറത്ത് പോകില്ല എന്ന്. പക്ഷേ എത്രയൊക്കെ വന്നാലും ഒരാളുടെ മൈൻഡ് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഒരു പരിധിയുണ്ട്. അപ്പോൾ ആ ഒരു പ്രഷർ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് പുള്ളി ഒന്ന് കൂളാക്കാൻ വേണ്ടിയിട്ട്. കാര്യം നേരത്തെ ആണെങ്കിൽ പുള്ളിക്ക് സംസാരിക്കാൻ ജാൻമണിയെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഹൗസിൽ എല്ലാവരും പുള്ളിക്ക് എതിരാണ് നിൽക്കുന്നത്. പുള്ളിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ ഒരാളില്ല. പുള്ളി ഓപ്പണായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുന്നവരെല്ലാവരും പുള്ളിയോട് നെഗറ്റീവായിട്ട് തന്നെയുള്ള സംസാരമാണ് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പുള്ളിക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ കയറ്റിവിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെന്തായാലും തിങ്കളാഴ്ചയൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ പുള്ളി എന്തിനാണ് ശരിക്കും കയറ്റി വിട്ടാക്കണേ എന്നുള്ളൊരു തിങ്കളാഴ്ചത്തെ ലൈവൊക്കെ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ജിൻഡോനെ ഒന്ന് കാമാക്കാൻ, ജിൻഡോനെ ഒരു സപ്പോർട്ട് ആ ഒരു രീതിയിലാണ് കയറ്റി വിട്ടാക്കുന്നത്. പിന്നെ ലൈവിലുള്ള പരിപാടി മാറ്റാൻ എന്തെങ്കിലുമൊക്കെ എൻ്റർടൈൻമെൻറ്റ്, ഇന്ന് തന്നെ പുള്ളി വന്ന് കയറി ഒരു പാട്ടൊക്കെ പാടിയതൊക്കെ അതുപോലൊരു എനർജി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നായിട്ട്, അല്ലാണ്ട് ഒരു കണ്ടസ്റ്റൻ്റ് അല്ല പുള്ളി. പിന്നെ എവിക്ഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നിപ്പോൾ എവിക്ഷനൊന്നും നടന്നില്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിലായിക്കോളൂ എവിക്ഷൻ. അത് സത്യം പറഞ്ഞാൽ ആൾ കൂടുതലായിട്ടാണ് നമുക്ക് ഇത്രയും ബോറിംഗ് പരിപാടികൾ. ആളുകൾ കുറഞ്ഞു 50 എപ്പിസോഡായിട്ട് ഇത്ര ആളുകൾ അതിൻ്റെ അകത്ത് നിൽക്കുകയാണ്. ആളുകൾ കുറഞ്ഞു വന്നാലേ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റും കണ്ടന്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. ഈ ഫിസിക്കൽ ടാസ്ക് ഒക്കെ വരുമ്പോൾ എല്ലാവരും കൂടി തല്ലുപോലത്തെ ലെവലിലോട്ട് പോകണമെന്ന് എന്താണെന്ന് വെച്ചാൽ അത്ര ആളുകളുണ്ട്. നമുക്ക് എന്താണ് അതിൻ്റെ അകത്ത് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഒരു ടാസ്ക് ഒക്കെ വരുമ്പോൾ അത്രയും ആളുകളുണ്ട്. നമ്മൾ എങ്ങോട്ട് നോക്കും ആരെ നോക്കുന്നുള്ള കൺഫ്യൂഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എവിക്ഷൻ നടത്തി ആളെ കുറച്ചില്ലെങ്കിൽ ഇത് ഒരു രസം ഉണ്ടാവില്ല. ഇത് അത്രയും ബോറിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അഭിഷേക് ജയദീപാണ് പുറത്തായെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഇൻഫർമേഷൻ കിട്ടിയത്. അഭിഷേകാണ് പുറത്ത് പോയെങ്കിൽ അത് നല്ലതാണ്. കാരണം പുള്ളി അതിൻ്റെ അകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. എന്തൊക്കെയോ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല പുള്ളി കൊണ്ട്. അതായത് ബിഗ് ബോസിന് പറ്റിയൊരാളല്ല അയാൾ. പിന്നെ മറ്റേ അഭിഷേകമായിട്ടുള്ളൊരു ഫൈറ്റ് അതും ഇനി നടക്കില്ല. അതും വലിയ പ്രശ്നങ്ങളോട്ട് പോകുന്നുണ്ട്. അതും ഇതായിരുന്നു. അതായത് ഇവർ രണ്ടുപേരും അകത്തോട്ട് കയറ്റിവിട്ട മെയിൻ കാര്യം നടക്കുന്നില്ല എന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും. അപ്പോൾ എന്തായാലും അഭിഷേക് പോകണം തന്നെയല്ലോ. പിന്നെ അഭിഷേക് ശ്രീകുമാറിൻ്റെ കാര്യം പറയുകയാണെങ്കിലും അതുപോലെ തന്നെയാണ്. കാര്യമായ ഒരു കണ്ടന്റ് പുള്ളി കൊടുക്കുന്നില്ല. ഭയങ്കര അതായത് ജിൻഡോൻ്റെ ഒപ്പത്തിനൊപ്പം ഫാൻ പവർ കയറി വന്ന് ഒന്നും ചെയ്യാണ്ട് തന്നെ അത്രയും ഫാൻ പവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരാളാണ്. പുള്ളിയെ കൊണ്ടും അതിൻ്റെ അകത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വെറുതെയാണ്. ഇതിനും നല്ലത് കയറ്റി വിടാണ്ടിരിക്കുന്നതായിരുന്നു. ഈ വൈൽഡ് കാർഡുകൾ കയറിയിൽ ആകെ ഉണ്ടായിരുന്നു നല്ലതെന്ന് പറയാൻ പറ്റിയ 2 പേരാണ്. അത് 2 പേരും പുറത്ത് പോവുകയും ചെയ്ത്. അതിൽ ഇനിയുള്ളവരെയൊക്കെ ഒന്നും പ്രത്യേകിച്ച് സായിനെയൊക്കെ ഒന്നിനും കൊള്ളില്ല. ബിഗ് ബോസ് ഹൗസിന് പുറത്ത് കാറിൻ്റെ അകത്ത് ഇരുന്ന് പുള്ളി റിവ്യൂ നടത്തിയിരുന്നത് എന്താണോ അത് തന്നെയാണ് ഹൗസിലും കാണിക്കുന്നത്. അതായത് എന്തെങ്കിലും ഒരാളെ കിട്ടണം, ആരെങ്കിലും ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിന്തിച്ച് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞ് അതേ ഉള്ളൂ. അല്ലാണ്ട് പുള്ളി ഒരു കോൺട്രിബ്യൂഷൻ പുള്ളിയുടെ ഭാഗത്തുനിന്നില്ല. പുള്ളി അതിൻ്റെ അകത്ത് റിവ്യൂ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരൊക്കെ എടുത്ത് കളയാന്നല്ലാണ്ട് ആളെ കുറയ്ക്കാന്നല്ലാണ്ട് വേറൊരു ഓപ്ഷൻ ഇല്ല. ഇനി ആളെ കയറ്റാൻ വേണ്ട. ആളുകളെ കുറയ്ക്കേണ്ട ടൈം വന്നു. ഇനി ആളുകളെ കുറയ്ക്കുക. ഇതുപോലെ അവിടെ വാഴ വെച്ച പോലെ ഇരിക്കുന്ന ആളുകളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് കണ്ടന്റ് കൊടുക്കുന്ന ആളുകളെ ബൂസ്റ്റ് ചെയ്ത് പ്രേക്ഷകർക്ക് വേണ്ട ക്ലാരിറ്റി കൊടുത്ത് മുന്നോട്ട് പോകാന്നുള്ളൊരു സിറ്റുവേഷനാണ് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡ്, അതായത് അതിൻ്റെ ഷൂട്ടിംഗ് ഓൾറെഡി കഴിഞ്ഞു. അപ്പോൾ നാളത്തെ എപ്പിസോഡും കൂടി കണ്ടിട്ട് നമുക്ക് ലൈവിലെ കാര്യങ്ങൾ കണ്ടാലേ നമുക്ക് ഈ കോയിൻ ടാസ്കിൽ നടന്നതിനെ പറ്റിയുള്ള ഹൗസിലെ ആളുകളുടെ അഭിപ്രായം, അത് വീഡിയോ കാണിച്ചു കൊടുത്തു. ഹൗസിലുള്ള ആളുകളുടെ അഭിപ്രായം എന്താണെന്ന് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. ആകെ ജിൻഡോയും ജാസ്മിനും കൂടി സംസാരിക്കുന്ന ചെറിയൊരു ക്ലിപ്പ് നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ കൂടുതൽ സംസാരം എന്ന് വെച്ചാൽ ഇത് സാറ്റർഡേ സൺഡേ എപ്പിസോഡ് ഒറ്റ ദിവസം ഷൂട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ നാളത്തെ ലൈവ് കാണുമ്പോൾ ഈ ഒരു സംസാരം എന്തായാലും അതിൻ്റെ അകത്ത് ഉണ്ടാവും. ഈ കോയിൻ ടാസ്കിൻ്റെ സംസാരം എന്തായാലും അതിൻ്റെ അകത്ത് ഉണ്ടാവും. ജിൻഡോയുടെ കാര്യം മനസ്സിലായിട്ടുണ്ട്, ജിൻഡോ അല്ല എന്നുള്ളത്. അവിടെ ഇരിക്കുന്ന 10 പേർക്ക് മനസ്സിലായിട്ടുണ്ട്. ലാലേട്ടൻ എടുത്തെടുത്ത് ചോദിച്ചു. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു മറുപടി നമുക്ക് നാളത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ടുള്ള ലൈവിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഹൗസിലുള്ളവർ. എന്തായാലും ലാലേട്ടൻ കൂടുതലൊന്നും ചോദിക്കാനോ പറയാനോ പോകുന്നില്ല. ലാലേട്ടൻ ചോദിക്കാനുള്ള സെക്കൻഡ് സൂചിയും വെള്ളമുണ്ടൊക്കെയാണ്. അപ്പോൾ എന്തായാലും നാളത്തെ എപ്പിസോഡിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. എന്തായാലും വിക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. അതുവരെ ബൈ.